ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിന് ഇന്ത്യൻ ഫുട്ബോളിലേക്കുള്ള ഒരു ഇൻട്രഡക്ഷൻ ആയിരുന്നു ISL എന്നുള്ളത്. കാൽപന്ത് കളിയിൽ വങ്കനാടിന് പാരമ്പര്യവും മഹിമയും പറയാമെങ്കിലും ആവേശമുള്ള ആരാധകരെ കാണണമെങ്കിൽ കേരളത്തിലെത്തണം. ആസ്വീനോ നല്ല ഹൈപ്പോടെ തന്നെയായിരുന്നു ISL തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ISL അധികം നാൾ പോകില്ല, അത് ഉറപ്പായിട്ടും തന്നെ ക്ലോസ് ആകും. ബാക്കി ക്ലബ്സിനൊക്കെ ഫിനാൻഷ്യലി സ്ട്രഗിൾ കാണും, എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് ഇത്രത്തോളം പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത്, ഇന്ത്യ പോലെ രാജ്യത്ത് ഒരു ക്ലബിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തത്? വീട്ടിലൊക്കെ ഡീപ്പൊക്കെ എടുത്തുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ 100K എന്ന വലിയ ഫാമിലിക്ക് ഇതിന് കുറച്ച് മെമ്പേഴ്സിന് ആവശ്യം മാത്രമേ ഉള്ളൂ. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി. ISL നമ്മുടെ ഇന്ത്യയിലെ ക്രിക്കറ്റ് ഫാൻസിന് IPL ഉള്ളപ്പോൾ ഫുട്ബോൾ ഫാൻസ് എൻജോയ് ചെയ്യാൻ ഒരു ലീഗും തന്നെ ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ തന്നെ ക്വാളിറ്റി ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു ISL ഇൻട്രഡക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ആരാണ് ISL നടത്തുന്നത്? ISL നടത്തിക്കൊണ്ടിരിക്കുന്നത് FSDL ആണ്, ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ്. നമ്മളിപ്പോൾ ഈ FSDLൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അതിൻ്റെ 65% ഓണർഷിപ്പ് ഉള്ളത് നമ്മുടെ റിലയൻസിൻ്റെ കയ്യിലാണ്, ബാക്കി 35% നമ്മുടെ സ്റ്റാർ സ്പോർട്സിൻ്റെ കയ്യിലും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ക്ലബ്സിൻ്റെ കാര്യം എടുക്കാം. നമുക്കറിയാം ISL ഇത്രത്തോളം ക്ലബ്സ് ഉണ്ടെങ്കിലും ഇവരെങ്ങനെയാണ് ഫിനാൻഷ്യലി പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, ആദ്യത്തെ 3 കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയായിരിക്കും. ടിക്കറ്റ് സെയിൽസ് ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തേത് വരുന്നതാണ് മെർച്ചൻഡൈസ് സെയിൽസ് എന്നുള്ളത്. നമ്മുടെ ജേഴ്സി വിറ്റുള്ള ഇൻകം ഒക്കെയാണ് ക്ലബിൻ്റെ രണ്ടാമത്തെ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളത്. മൂന്നാമത്തേതാണ് നമ്മുടെ സ്പോൺസർഷിപ്പ് എന്നുള്ളത്. ഇനി നാലാമത് വരുന്നതെന്ന് വെച്ചാൽ അധികം പേർക്ക് അറിയാത്തതാണ് ഈ ബ്രോഡ്കാസ്റ്റ് റൈറ്റ് എന്നുള്ളത്. അതത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്നാണോ? ഉറപ്പായിട്ടും അതെ. ഇനി ISL അത് ഇച്ചിരി ഫണ്ണായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ അവരുടെ സിസ്റ്റവും റൂൾസും ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ലോജിക്ക് ഇല്ലാതെ തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ, നമുക്ക് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു സെൻട്രൽ റവന്യൂ പൂൾ സിസ്റ്റത്തിലൂടെയാണ് ISL ക്ലബ്സിന് അവരുടെ ഫിനാൻഷ്യലി ഒരു വർഷം പൈസ ഡിവൈഡായി കിട്ടുന്നത്. ഓക്കെ ഫൈൻ, അതെങ്ങനെയാണ് ഡിവൈഡ് ആക്കുക നിങ്ങൾക്കറിയോ? ടീമിൻ്റെ പോയിൻറ്റ്സോ അല്ലെങ്കിൽ ടേബിളിലെ സ്റ്റാൻഡിങ്ങോ അനുസരിച്ചാണ്. എന്ന് വെച്ചാൽ പോയിൻറ്റ്സ് ടേബിളിൽ ഫസ്റ്റ് നിൽക്കുന്ന ആൾക്ക് എപ്പോഴും കൂടുതൽ പൈസയും ലാസ്റ്റ് നിൽക്കുന്നവർക്ക് ഏറ്റവും കുറവായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്ന ടീമിന് വ്യൂവർഷിപ്പും 1 മില്യൺ 2 മില്യൺ ഉണ്ടെന്ന് നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുക. ആ പോയിൻറ്റ്സ് ടേബിളിൽ ഫസ്റ്റ് നിൽക്കുന്ന ആൾക്ക് 3000 4000 വ്യൂവർഷിപ്പും ആ ഒരു കണക്കുള്ളതെന്ന് വെക്കുക. എന്നാലും ഇൻകം കൂടുതൽ കിട്ടാൻ പോകുന്ന പോയിൻറ്റ്സ് ടേബിളിൽ ഫസ്റ്റ് നിൽക്കുന്ന ആൾക്കായിരിക്കും. സോ ബ്രോഡ്കാസ്റ്റ് റവന്യൂ അങ്ങനെയാണ് ഡിവൈഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫെയർ ആണോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാ ക്ലബ്ബുകളും ISL കളിക്കാൻ വരുന്ന മുമ്പ് ഒരു ഫ്രാഞ്ചൈസി ഫീ എല്ലാ വർഷവും അടയ്ക്കണം. നോട്ട് പോയിന്റ് എല്ലാ വർഷവും അടയ്ക്കണം. അതൊരു 12 കോടി മുതൽ 16 കോടി വരെ ആകുമെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. സോ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 12-14 കോടി വരെ കൂട്ടാം. അത്രയും രൂപ അടച്ചാലാണ് ഒരു ക്ലബിന് ISL കളിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഐ ലീഗിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് വരുന്ന ടീമിന് നിർബന്ധമില്ല ഈ ഒരു പൈസ അടയ്ക്കണം എന്നുള്ളത്. പക്ഷേ അടച്ചില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ പഞ്ചാബ് FC അല്ലെങ്കിൽ മുഹമ്മദാൻ FC എക്സാമ്പിളായിട്ട് എടുക്കുക. ഇവർക്ക് വേണമെങ്കിൽ ISL കളിക്കാൻ വരുമ്പോൾ ഈ 16-15 കോടി അടയ്ക്കാതിരിക്കാം. ബട്ട് ഈ ബ്രോഡ്കാസ്റ്റ് റൈറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ ഇവർക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും പഞ്ചാബ് FC ഈ 12-16 ആ കോടി ആ പൈസ അടയ്ക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ആ ബ്രോഡ്കാസ്റ്റ് റൈറ്റിൽ നിന്നുള്ള പൈസ വേണം. നമ്മൾ ലോങ് ടേം നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇനി വ്യൂവർഷിപ്പും സംഭവമൊക്കെ കൂടിയാൽ ഈ 15-16 കോടിയൊക്കെ ഈസിലി കവറായി പോകുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ സംഭവത്തിലേക്ക് ഓക്കെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നത്. സോ ഇതുവരെ പറഞ്ഞൊന്ന് ഷോർട്ടാക്കി നോക്കുവാണെങ്കിൽ 12-16 കോടി അവർക്ക് ഫ്രാഞ്ചൈസി ഫീ എല്ലാ വർഷവും അടയ്ക്കണം. അതുകൂടാതെ ബ്രോഡ്കാസ്റ്റിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പൈസ എന്നുള്ളത് പോയിന്റ്സ് ഇവിടെ അനുസരിച്ചാണ് ഡിവൈഡ് ആക്കിക്കൊണ്ടും ഇരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നതാണ് നമ്മുടെ സ്റ്റേഡിയം മെയിൻ്റെനൻസ്, അതുപോലെ ഡെയിലി മാച്ച് എക്സ്പെൻസ് ഉള്ളത്. ഡെയിലി മാച്ച് എക്സ്പെൻസ് അത്രയും വരുമോ? പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും JCDയും തമ്മിൽ ഒരു ഇഷ്യൂ നടന്നതൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ട് കാണും, എല്ലാവർക്കും അറിയാമെന്ന് വെക്കുന്നു. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ JCD പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഡേ എന്ന് വെച്ചാൽ ഒരു മാച്ച് നടത്തണമെങ്കിൽ 5 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അത് 6 ലക്ഷം ആക്കി കൂട്ടണം എന്നായിരുന്നു JCDയുടെ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. സർപ്രൈസിംഗ്ലി കേരള ബ്ലാസ്റ്റേഴ്സ് അത് എഗ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് സർപ്രൈസിംഗ് ഒന്നുമല്ല, എന്താണ് സ്റ്റേഡിയത്തിൽ കളി നടത്തണം, ഈ പൈസ കൊടുത്താലേ സമ്മതിക്കുള്ളൂ. സോ കൊടുത്തു. അങ്ങനെ 6 ലക്ഷം രൂപയ്ക്ക് ആ ഒരു എഗ്രിമെൻറ്റ് സൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വെച്ചാൽ പെർ മാച്ച് 6 ലക്ഷം രൂപ. ഈ 6 ലക്ഷം രൂപ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ JCD തന്നെയായിരിക്കും ടോയ്ലറ്റും ബാക്കി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയായിരുന്നു ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് 1 crore കൊടുക്കണം. ഇതൊക്കെ വായിച്ചിരുന്നപ്പോഴായിരുന്നു ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പഴയ CEO ആയ വീരൻ ഡി സിൽവ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2019 ഏകദേശം 2.2 CR എന്ന് വെച്ചാൽ 2 കോടിയോളം അടുത്ത് ഇവർ മുടക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റേഡിയം മെയിൻ്റെനൻസിന് വേണ്ടി മാത്രം. എന്ന് വെച്ചാൽ സീറ്റ് അറേഞ്ച്മെൻറ്റും അല്ലെങ്കിൽ പൊട്ടിപ്പോയ സീറ്റ് മാറ്റാനും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു പൈസ മുടക്കിയിട്ടുണ്ടായിരുന്നതെന്ന്.
JCD ആയിട്ട് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. സ്റ്റിൽ അവർ ഇതിൽ ഒരു ഇൻവോൾവ്മെൻറ്റും കാണിച്ചിട്ടില്ലായിരുന്നു. അവിടെയും ക്ലബിന് ലോസ് തന്നെയാണ്. എന്നുവെച്ചാൽ ഡെയിലി മാച്ചിന് ഇത്രയും പൈസയും കൊടുക്കുക, മെയിൻ്റെനൻസും ക്ലബ്ബ് തന്നെ ചെയ്യുക. സോ ഫിനാൻഷ്യലി എന്തുമാത്രം അതൊരു ക്ലബിനെ ഡൗൺ എന്ന് വെച്ചാൽ പുൾ ഡൗൺ ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ FC ഗോവയും ഒരു സംഭവം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊരു മാച്ച് ഫത്തോഡയിൽ നടത്തണമെങ്കിൽ ഏകദേശം 45 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ടെന്ന്. ഓക്കെ, ഒരു മാച്ച് അവർക്ക് ആ സ്റ്റേഡിയത്തിൽ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ 45 ലക്ഷം രൂപ വേണമായിരുന്നു. അതേസമയം ആ കളിയിൽ നിന്ന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതോ വെറും 4 ലക്ഷം രൂപയായിരിക്കും. സീ ദ ഡിഫറൻസ്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ബംഗളൂരു FC ഓണറും ഒരു ലെറ്ററൊക്കെ പണ്ട് നിതാ അംബാനിക്ക് അയച്ച കാര്യം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ? ബംഗളൂരു FCക്ക് ഒരു വർഷം കഴിയുമ്പോൾ 25 കോടിയോളം ലോസ് ഉണ്ട് എന്നുള്ളത്. 25 കോടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്ന് വെച്ചാൽ ബ്രോഡ്കാസ്റ്റ് റൈറ്റും കിട്ടിക്കഴിഞ്ഞ് അവരുടെ ജേഴ്സി സ്പോൺസർഷിപ്പ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടും ഒരു ഇയർ കഴിയുമ്പോൾ 25 കോടി ലോസിലായിരുന്നു ബംഗളൂരു FC പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കണക്കറിയില്ല, ഇത് അന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പുള്ളിയുടെ. അത് ഉറപ്പായിട്ടും കവറപ്പ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോവിഡ് ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം സീസൺ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 2-3 സീസൺ കൊണ്ട് ഒരിക്കലും അത് കവർ ചെയ്യാൻ സാധിക്കില്ല. ബംഗളൂരു FCക്ക് അത് കവർ ചെയ്യാൻ സാധിക്കില്ലായിരിക്കും. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് അത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ അറ്റൻഡൻസ് ഒക്കെ ഭയങ്കരമാണല്ലോ എന്ന് ഇപ്പോഴും കുറേ പേര് ആലോചിക്കുന്നത് കാണും. ഓക്കെ, 2023 കണക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടിക്കറ്റ് മാത്രം സെയിൽ ചെയ്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം 8 കോടിയോളമായിരുന്നു. അതുപോലെ യൂട്യൂബിൽ നിന്ന് ഏകദേശം 60 ലാക്സും അതുപോലെ മെർച്ചൻഡൈസിൽ നിന്ന് 80 ലാക്സും പിന്നെ ഇവിടെ സ്പോൺസർഷിപ്പിൽ നിന്ന് ഏകദേശം 22 കോടിയും. ഓക്കെ, ശരിയാണ്, ഇത്രത്തോളം ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റേഡിയം എക്സ്പെൻസ്, ഫ്രാഞ്ചൈസി ഫീസ്, അതുകൂടാതെ അതർ എക്സ്പെൻസ് വരും. ഇപ്പോൾ സ്റ്റാഫ്സിൻ്റെ കാര്യമാകട്ടെ, ട്രാവലാകട്ടെ, അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോരോ എക്സ്പെൻസ് ആയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൂട്ടിയാൽ പോലും പ്രോഫിറ്റ് ഓക്കെ, ബ്ലാസ്റ്റേഴ്സിൻ്റെ മാത്രം കണക്ക് നോക്കുമ്പോൾ പോലും പ്രോഫിറ്റ് അവിടുന്നോ ചിലപ്പോൾ ഇച്ചിരി വിത്ത് വേരിയേഷൻസ് കാണും. സ്റ്റിൽ അതൊരു വലിയ പ്രോഫിറ്റ് മേക്കിംഗ് ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ക്ലബ്സ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയാണ്, ഒരു ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഭയങ്കര ഒരു ഇൻകം എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ്. എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ബിസിനസ് തന്നെയാണ്. ഇപ്പോൾ ഇത് തന്നെയായിരിക്കും കമൻറ്റ് ബോക്സിൽ പറയുന്ന ഇത് ലോങ് ടേം പ്ലാനാണ് ഒരു ക്ലബ്ബ് എന്നുള്ളത്. സോ ഇനീഷ്യലി കുറേ ലോസ്, ഇപ്പം നമുക്കറിയാം കേരളത്തിൽ തുടങ്ങിയ ലീഗും ഈ ലോസിൽ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് ഫ്യൂച്ചർ ബെനിഫിറ്റ്സിന് വേണ്ടി. ബട്ട് ഒരു ക്ലബ്ബ് എന്ന് വെച്ചാൽ സിറ്റി ഗ്രൂപ്പിനെ പോലെയോ അല്ലെങ്കിൽ മോഹൻ ബഗാന് കിട്ടുന്ന ആ സപ്പോർട്ടൊന്നും ഫിനാൻഷ്യലി ഇല്ലാത്ത ഒരു ക്ലബ്ബാണെങ്കിൽ ഒരു 4, 5, 6 വർഷം അടുപ്പിച്ച് ഇത്രയും ഫിനാൻഷ്യൽ ലോസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അത് തന്നെയായിരുന്നു നമ്മുടെ ഹൈദരാബാദ് FCക്കും പറ്റിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആലോചിക്കുക, കപ്പ് അടിച്ചു കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇയറിലൊക്കെ ആയിരുന്നു അവർക്ക് ആ സ്ട്രഗിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആലോചിച്ച് നോക്കുക, നല്ലൊരു സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായും ക്ലബ്ബ് സ്ട്രഗിൾ തന്നെ ചെയ്തു പോകും. ഇനി ഇതിൻ്റെ റീസൺ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദ ക്യൂരിയോസിറ്റിയാണ്. നമുക്കറിയാം ISL തുടങ്ങിയ സമയത്ത് വിരാട് കോഹ്ലി വരുന്നു FC ഗോവയെ സപ്പോർട്ട് ചെയ്യാൻ, സച്ചിൻ കേരള ബ്ലാസ്റ്റേഴ്സ്, ധോണിയുണ്ട് ചെന്നൈയിൻ FCക്ക്. സോ അങ്ങനെ ഭയങ്കര സ്റ്റാർ വാല്യൂ തന്നെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല മീഡിയ ഹൈപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ലീഗ് തുടങ്ങുന്നു, ഇവരൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഫിലിം ആക്ടേഴ്സ് നമ്മുടെ അഭിഷേക് ബച്ചൻ, അതുപോലെ നാഗാർജുന, ചിരഞ്ജീവി, അങ്ങനെ കുറേ ഭയങ്കര ഹൈപ്പ് ഓവറോൾ ഇന്ത്യ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യൂരിയോസിറ്റി നല്ല രീതിയിൽ എൻഡ് ചെയ്തിട്ടുണ്ട്. സ്പോൺസർഷിപ്പിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളിപ്പോൾ പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡേവിഡ് ജെയിംസ്, ബർബട്ടോ, എലാനോ, റോബർട്ടോ കാർലോസ്, അങ്ങനെയുള്ള എത്ര പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട്. സോ ഇവരൊക്കെ കളിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ കളിക്കാൻ പോകുന്നു, ഫോറാൽ മുംബൈക്ക് വേണ്ടി ഹാട്രിക്ക്. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായും ISL എൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയും ഒരു പോയിൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ. സോ ആ ഒരു പോളിൽ നിന്ന് കിട്ടിയ റിസൾട്ട് വെച്ച് ഞാൻ ഒന്ന് ബേസിക്കലി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ എണ്ണം കുറച്ചത് അഫ്കോഴ്സ് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടിയാണ്. എന്നാൽ അതും എക്സൈറ്റ്മെൻറ്റ് കില്ല് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, എൻഡ് ഓഫ് ദി ഡേ അതൊരു പോയിന്റ് തന്നെയാണ്. ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നതനുസരിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ക്വാണ്ടിറ്റി കൂടും. സോ ഫുട്ബോളിനെ സ്റ്റൈലും അത് അങ്ങനെ തന്നെ ബാധിക്കും. ഇപ്പോൾ തേർഡ് സീസൺ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഏകദേശം 6 പ്ലേയേഴ്സോളം സ്റ്റാർട്ടിൽ വേണ്ടി തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ 4 കുറച്ചിട്ടുണ്ട്. സോ അതും ഒരു ഫാക്ടറായിട്ട് കുറേ ഫാൻസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ലീഗിന് സാധിക്കുന്നില്ല. അതുപോലെ ഫാൻസുമായിട്ട് എൻഗേജ് ചെയ്യാനും ലീഗിന് സാധിക്കില്ല. ആസ് എ ലീഗ് ദേ ആർ നോട്ട് ഓർഗനൈസിങ് സംതിങ് അല്ലെങ്കിൽ മിസ്സിങ് സംതിങ് തന്നെയാണ്. ഫാൻസിനെ ഒട്ടും തന്നെ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഉള്ള ഫാൻസിനെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ലെങ്കിൽ പുതിയ ഫാൻസിനെ എങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പോൾ നിങ്ങൾ കുറേ പേര് ആലോചിക്കുമായിരിക്കും, ഉള്ള ഫാൻസൊക്കെ തന്നെയല്ലേ ഇപ്പോഴും കാണുന്നത്, അതിൽ കുറവുണ്ടോ എന്നുള്ളത്. വിത്ത് പ്രൂഫ് ഞാൻ പറഞ്ഞുതരാം. 2014 ISL തുടങ്ങിയപ്പോൾ ഓവറോൾ വ്യൂവർഷിപ്പ് എന്നുള്ളത് 429 മില്യൺ ആയിരുന്നു. എന്ന് വെച്ചാൽ ഏകദേശം 42 കോടിയോളം ആൾക്കാർ ആ ലീഗ് കണ്ടിട്ടുണ്ടായിരുന്നു സീസൺ തുടങ്ങിയ സമയത്ത്. എന്നാൽ 2023 കണക്കുമ്പോൾ നോക്കുവാണെങ്കിൽ അത് ഏകദേശം 83 മില്യൺ ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം 8 കോടിയായിട്ട്. ഓക്കെ, ഇനി ആവറേജ് അറ്റൻഡൻസ് കാര്യം തന്നെ എടുക്കാം. ഓക്കെ, നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FCയും തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 2014 ISL തുടങ്ങിയ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആവറേജ് അറ്റൻഡൻസ് ഉള്ളത് 47,000 ആയിരുന്നു. നോക്കുക, ആവറേജ് അറ്റൻഡൻസ് തന്നെ 47,000.
NNFCയുടെ എന്നുള്ളത് 21,000 എന്ന് വെച്ചാൽ 21,000 ആയിരുന്നു അവരുടെ ആവറേജ് അറ്റൻഡൻസ് എന്നുള്ളത്. എന്നാൽ 2023 വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആവറേജ് അറ്റൻഡൻസ് ഉള്ളത് 27,000 കുറഞ്ഞിട്ടുണ്ടായിരുന്നു. NNFCയുടെ വെറും 8,000 സോ ഫാൻസിന് ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ആ ക്യൂരിയോസിറ്റി തീർച്ചയായും എൻ്റെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫാൻസിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ ലീഗിന് സാധിക്കുന്നില്ല. ഫാൻസ് ആർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു വരുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോളിലേക്കുള്ളത്. നമ്മുടെ സുനിൽ ഛേത്രി പറഞ്ഞ പോലെ നമ്മുടെ ഫോറിൻ ലീഗ്സ് യൂറോപ്യൻ ലീഗും ലാലിഗയൊക്കെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഒരാൾ വന്ന് ഈ ഒരു ISL കാണണം, അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് എന്നൊരു ഓപ്ഷൻ അപ്പുറത്ത് കിടക്കുമ്പോൾ എന്തുകൊണ്ട് ISL കാണണം? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് 1-2 ക്ലബിൻ്റെ കാര്യമല്ല. 2014 നമ്മൾ എല്ലാ ക്ലബിൻ്റെയും കൂടെ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും ഏകദേശം 24,000 ആവറേജ് അറ്റൻഡൻസ് 2014 ഉണ്ടായിരുന്നു. എന്നാൽ 2023 ആവറേജ് അറ്റൻഡൻസ് നോക്കുകയാണെങ്കിൽ അത് വെറും 13,000 സോ അത്രയും ഡിക്രീസാണ് ഈ ലീഗിന് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു കപ്പോ ഷീൽഡോ നേടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാൻസിന് ഇത്രയും സപ്പോർട്ട് കിട്ടുമോ നമ്മൾ രണ്ടാമത് ആലോചിക്കണം. നമ്മൾ ഇനീഷ്യലി ആലോചിക്കുന്നത് പറയും അങ്ങനെയല്ല, നമ്മൾ എൻഡ് ഓഫ് ദി ഡേ വരെ അല്ലെങ്കിൽ എപ്പോഴും സപ്പോർട്ട് തന്നെ ചെയ്യുന്നത്. സ്റ്റിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സപ്പോർട്ടും ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഫാൻസിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ആവറേജ് അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന്. ഇനി റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫാൻസിനെ എങ്ങനെ അട്രാക്ട് ചെയ്യാം. ഞാനീ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എന്തുമാത്രം ഫാൻസിനെ അട്രാക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സ്റ്റിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, പഴയ ISL ക്ലിപ്സും ഹൈലൈറ്റ്സും ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യുക. എന്ന് വെച്ചാൽ 2014 ഒരു ഫൈനലോ സെമി ഫൈനലോ ക്ലിപ്സൊക്കെ നമ്മൾ യൂട്യൂബിലോ ക്രോമിലോ ഗൂഗിളിലോ എവിടെ പോയി നോക്കിയാലും കിട്ടത്തില്ല. ഭയങ്കര പാടാണ്, കിട്ടിയാൽ തന്നെ ക്വാളിറ്റിയിലായിരിക്കും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. സോ കുറേ ഫാൻസിനെ സംബന്ധിച്ച്, ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചാണ് പേഴ്സണലി ഞാൻ പുതിയ കളിയുടെ എന്ന് വെച്ചാൽ ഈ റീസെൻറ്റ് ഇയേഴ്സിനൊക്കെ കൂടുതൽ പണ്ടത്തെ കളി ഇരുന്ന് കാണാൻ ഇച്ചിരി ഇഷ്ടം കൂടുതൽ കാണിക്കുന്ന ആളാണ്. സോ അങ്ങനെ കുറേ ഫാൻസ് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം എപ്പോൾ പണ്ടത്തെ കളിയുടെ ഒരു ഹൈലൈറ്റ്സ് സോഷ്യൽ മീഡിയ വന്നാലും നല്ല വ്യൂവർഷിപ്പാണ്. അങ്ങനെ നമുക്ക് ഇൻകം ഉണ്ടാക്കാനും സാധിക്കും. അതുപോലെ നമ്മുടെ ആരാധകരുടെ ഉള്ളിൽ ഒരു നൊസ്റ്റാലജിയ ഫീൽ ഉണ്ടാക്കാനും സാധിക്കും. സോ പഴയ കളിയുടെ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് മാച്ചസിൻ്റെ ഇനി ക്ലിപ്സ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ റവന്യൂ സിസ്റ്റം തന്നെ ഒന്ന് മാറ്റുക. നമുക്കറിയാം ഈ ബ്രോഡ്കാസ്റ്റ് റൈറ്റിൻ്റെ സിസ്റ്റം ഭയങ്കര ചീത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈക്വൽ മെറിറ്റ് സിസ്റ്റം നമ്മുടെ ലാലിഗയൊക്കെ ഫോളോ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ISLിലേക്കും കൊണ്ടുവരിക. എന്താണ് ഈക്വൽ മെറിറ്റ് സിസ്റ്റം പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഒരു ലീഗ് കഴിയുമ്പോൾ ഓവറോൾ ഇൻകം 50% എല്ലാ ക്ലബിനും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബാക്കി 50% രണ്ടായിട്ട് തിരിക്കും, 25-25. ഒരു 25% ക്ലബിൻ്റെ സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ പോയിന്റ്സ് ടേബിൾ എവിടെയാണോ അതനുസരിച്ച് ആ 25% ഇൻകം കൊടുക്കും. ബാക്കി 25% നമ്മുടെ സോഷ്യലി എങ്ങനെയാണോ ക്ലബ്ബ് എന്ന് വെച്ചാൽ സോഷ്യലി എൻഗേജ്മെൻറ്റ്, നമ്മുടെ പബ്ലിക്കിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് ബാക്കി 25% പോകുന്നത്. ആ ഒരു സിസ്റ്റം ISLിലേക്ക് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു സിസ്റ്റം ഒന്ന് റോൾ മോഡൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ടെങ്കിലും ഇങ്ങനെ ഒരു സിസ്റ്റം ISLിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ക്ലബ്സിനാണെങ്കിലും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫാൻസിനെ അട്രാക്ട് ചെയ്യാനും എന്ന് വെച്ചാൽ സോഷ്യൽ എൻഗേജ്മെൻ്റ് ഒക്കെ ഫാൻസിനുള്ളിലും ഒരു ഇംപ്രഷൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത് ക്ലബിനെ സംബന്ധിച്ച് എല്ലാ സൈഡിലും പോസിറ്റീവ് തന്നെയാണ്. ഇങ്ങനെ സംഭവം കൂടെ കൊണ്ടുവരാൻ നോക്കുക. സോ ഫ്രാഞ്ചൈസി ഫീ ആയിട്ട് 12 കോടി 16 കോടി, അതുപോലെ തന്നെ നമ്മുടെ മെർച്ചൻഡൈസും സംഭവമൊക്കെ നമ്മളെ സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കിട്ടും. ബട്ട് ബാക്കി ക്ലബിന് ഇത്രത്തോളം ഇൻകം ഒന്നും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആവറേജ് അറ്റൻഡൻസ് 47,000 നിന്ന് ഇപ്പോൾ 27,000 ആസ് എ ക്ലബ് ഒന്നും ചെയ്തില്ലെങ്കിൽ, ആസ് എ ക്ലബ് നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഒന്നും അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഒന്നും വരാൻ സാധിച്ചില്ലെങ്കിൽ നെക്സ്റ്റ് 10 ഇയേഴ്സിൽ അത് പിന്നെയും കുറയത്തേ ഉള്ളൂ. ഫാൻസിനെ മുമ്പിലേക്ക് എടുത്തിട്ടാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഫാൻസിനെ വെച്ച് എന്ത് ചോദിച്ചാലും സ്പോൺസർഷിപ്പും അതുപോലെ 2-3 നല്ല പ്ലേയേഴ്സ്, ഇപ്പോൾ ലൂണയൊക്കെ മുമ്പോട്ടിട്ട് 2 വീഡിയോ സംഭവം ചെയ്താൽ ഉറപ്പായിട്ടും നമ്മുടെ സ്റ്റേഡിയം ഫുള്ളാകും. ബട്ട് എത്ര നാൾ ഇത് മാത്രം കാണിച്ചുകൊണ്ട് പോകും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.